കുർബാന തർക്കത്തെ തുടർന്ന് അടച്ച എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക ക്രിസ്മസ് ദിനത്തിലും തുറക്കില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ പള്ളി അടച്ചിടുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിൽ അറിയിച്ചു. തീരുമാനത്തിനെതിരെ സിറോ മലബാർ സഭ ഔദ്യോഗിക വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കുർബാന തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ക്രിസ്മസ് തലേന്നാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പൂട്ടിയത്. തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് ബസിലിക്ക ക്രിസ്മസിനും തുറക്കേണ്ടെന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ച ഔദ്യോഗിക വിഭാഗം ബിഷപ്പ് ഹൌസിൽ വികാരി ജനറലിന്റെ വാഹനം തടഞ്ഞു. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോസ്കോ പുത്തൂരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പള്ളി തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയതെന്ന് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിൽ പറഞ്ഞു. പിതാവ് പറഞ്ഞ് ബസിലിക്ക തുറന്നിട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അടച്ചിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണം. അതുകൊണ്ട് ബസിലിക്ക തുറന്നില്ലെങ്കിലും ഈ സമാധാനപരമായ ഒരു അന്തരീക്ഷം സംജാതമായാലേ ബസിലിക്ക തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പള്ളി തുറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഔദ്യോഗിക വിഭാഗം വിശ്വാസികൾ. പാതിര കുർബാന ഏകീകൃതമല്ലെങ്കിൽ തടയുമെന്നും ഔദ്യോഗിക വിഭാഗം. ഈ സർക്കുലറിൽ പറഞ്ഞത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും കുർബാന ആരംഭിക്കണം എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. ബസിലിക്ക പള്ളിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുർബാന ഉണ്ടാകുമെന്ന് അറിയിപ്പ് കൊടുത്തതും ബോസ്കോ പുത്തൂർ പിതാവ് തന്നെയാണ്. അപ്പോൾ ഈ പിതാവിനെ കണ്ട് ഈ സർക്കുലർ ഇറക്കിയ പിതാവ് തന്നെയാണ് മറുപടി പറയേണ്ടത്. ഇവിടെ വന്നപ്പോൾ പിതാവില്ല, ആർക്കും ഉത്തരവില്ല, പിതാവ് എവിടെ പോയി എന്നറിയില്ല. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ വിമതരുടെ പിടിയിലാണെന്നും മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയാത്ത പക്ഷം അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് ബോസ്കോ പുത്തൂർ പിന്മാറണമെന്നുമാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ആവശ്യം. റിപ്പോർട്ടർ, കൊച്ചി.